ഇന്ന് 24th നവംബറാണ് കേട്ടോ. എനിക്കിത്രയും ധൈര്യം എവിടത്താന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ സ്പോട്ടിങ് കണ്ടായിരുന്നു. അപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് അവരെന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞത് മോണിറ്റർ ചെയ്തപ്പം കോൺട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇവിടെ സമയം 3 മണി കഴിഞ്ഞേക്കുവാണ്. എന്നെ ഇവിടെ വിട്ടിട്ട് സേഫായിട്ട് ഡെലിവറി സ്യൂട്ടിനകത്ത് കൊണ്ടാക്കിയിട്ട് പണിക്ക് പോയതാണ്. പോയിട്ട് 1 മണിക്കൂർ കൂടി ആയിട്ടില്ല തിരിച്ചു വന്ന്. അവിടെ ചെന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോവാന്ന്. റൂം കൊള്ളാല്ലേ? റൂം കൊള്ളാം. റൂമിലാണുള്ളത്. അതെന്താ ചാർജറോ? ഫുഡ് ഓർഡർ ചെയ്തോ? പേടി ഉണ്ടാകുമ്പോ നിനക്ക് പെയിൻ വരുമെന്ന് പറഞ്ഞപ്പോ ഒരു പേടി. ഞാൻ ഇറങ്ങി ഓടും. പെയിൻ അങ്ങനെയൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഞാൻ വലിയും. ശ്രീലക്ഷ്മി ബോസ് ഇസ് കമ്മിങ്. ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഇതോളാം. ഇതാ മറ്റേ ചെയർ പോലെയല്ല, കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇത് ഇരിക്കുന്ന ബോള് ഇതിലിട്ട് ഉരുട്ടും. അയ്യോ, ഇവിടെ ഷവർ ഇല്ലേ? ഉണ്ടോ? എന്റെ ബൈസ്റ്റാൻഡർ നമ്പർ 2 ഇപ്പൊ കൊച്ചു വരും ഇവിടെ. ഇപ്പൊ ഞാൻ കയ്യിലോട്ടെടുത്ത് തരുമെന്ന് വിചാരിച്ചു. ഡ്രസ് എടുത്തിടാനും മറ്റേ എന്ത് പറഞ്ഞ് 6 മണിയാകുമ്പോഴത്തേക്കും അവര് വരും എക്സാമിനേഷൻ. എന്നിട്ട് 6 മണി വരെ ഞാൻ ഇങ്ങനെ ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പെയിൻ വെക്കും. പിന്നെ എനിക്ക് വിശക്കും. നമ്മൾ കഴിച്ചില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് സ്പോട്ടിങ് കണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നതാ. പക്ഷെ നല്ല ഡ്രസ്സാട്ടോ. എടി ഞാനിപ്പൊ വീട്ടിൽ പോകാന്നും പറഞ്ഞ് വന്ന ഞാന്. അവര് ഡോക്ടർ വന്നിട്ട് വജൈനൽ എക്സാമിനേഷൻ ചെയ്തു. അപ്പോഴത്തേക്കും ലേബർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഇരിക്കുക. അങ്ങനെയല്ല, അത് ഇരുന്നിട്ടിങ്ങനെ ബൗൺസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഒന്ന് കാണിച്ചു. ഞാനിപ്പോൾ പ്രസവിക്കും, അതുകൊണ്ട് ഞാനിപ്പോൾ KFCയും തിന്നും, മക്ഡൊണാൾഡ്സും തിന്നും, എന്ത് വേണേലും തിന്നും എന്ന് ഉറച്ച പോലെ. സ്ട്രേഞ്ചർ തിങ്സ് ബർഗർ. അതെ, റെഡ് കളർ. അത് കൊള്ളത്തില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് അത് വാങ്ങിക്കാതിരുന്നത്. ഇവിടെ ഇപ്പം 5:20 ആയിട്ടുണ്ട്. 6 മണിയാകുമ്പോഴത്തേക്കും വീണ്ടും ഒബ്സർവേഷനിലിടും, ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്താ ചെയ്യാന്നുള്ളത് അടുത്ത് പറയാം. അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഇടയിൽ ഫുഡെല്ലാം കഴിച്ചു. ചെറിയ ടെൻഷൻ എനിക്കുണ്ടോ? ഞാൻ ഭയങ്കര കൂളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ എന്ത് അടുത്ത വിസിറ്റേഴ്സ് വന്നിരിക്കുന്നു എന്നെ കാണാൻ. ആയിട്ടില്ല എന്നൊക്കെ ഇത്രയും എന്റർടൈനിങ് ആയിട്ട് പ്രസവത്തിന് ആരും വന്നിട്ടുണ്ടോ? എന്നോട് നടക്കാൻ പറയുന്നത് ന്യായം. ഇവളുമാർ എന്റെ കൂടെ നടക്കുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രചോദനം ആയിക്കോട്ടെ. അയ്യോ, ഇവിടെ 3 ടൈപ്പ് ആൾക്കാരുണ്ട്.
ഇപ്പൊ പ്രസവിക്കാൻ പോകുന്ന ഞാൻ, കുറച്ച് കഴിഞ്ഞ് പ്രസവിക്കുന്ന അവൾ, കല്യാണമേ കഴിച്ചിട്ടില്ലാത്ത ഇവള്. കൊള്ളാം. എനിക്ക് ആക്ച്വലി ഇപ്പൊ ഫീൽ ചെയ്യുന്നത്, ഇപ്പം കറന്റ് ഫീൽ ചെയ്യുന്നത് ഒരു സ്റ്റേക്കേഷന് വന്ന മൂടാണ്. ഒരു എയർബിഎൻബിയിലാണ് ഞങ്ങൾ. എനിക്ക് ലിപ്സ്റ്റിക് ഇല്ല എന്റെ കയ്യിൽ. ലിപ്സ്റ്റിക് ഇല്ലാത്ത സങ്കടത്തിലിരിക്കുന്നത്. ചെറുതായിട്ട് എന്തോ ഒരു പ്രശ്നമൊക്കെ തോന്നുന്നുണ്ട്. 6 മണി കഴിഞ്ഞു, ഇതുവരെ ആരും വന്നില്ല കേട്ടോ. ആരെയും കൊണ്ടിട്ട് വിളിക്കാനും പോയില്ല. ഇങ്ങനൊരു ഡെലിവറി വ്ലോഗ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ടൈം ഒരു 8 മണിയായിട്ടുണ്ട്. 6 മണിക്ക് വരും എന്ന് പറഞ്ഞത് അവര്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല മോണിറ്റർ ചെയ്യാൻ. സ്റ്റിൽ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ അവർ രണ്ടാളും കൂടി താഴെ പോയി, ശ്രീയും കിണക്കും കൂടി. വിസിറ്റേഴ്സ് ടൈം ഇവിടെ 8 മണി വരെയാണ്. അപ്പോൾ 8 മണി വരെ 3 പേർക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ റൂമിൽ. 2 പേർക്ക് എന്തായാലും നിൽക്കാം. അങ്ങനെ അപ്പോൾ അവർ താഴേക്ക് പോയിട്ട് പെട്ടിയൊക്കെ ഒരു കിണുക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ പെട്ടിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രീയും കൂടെ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് ചേട്ടനും ശ്രീയും കൂടെ വരും തിരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് അവർ ഡിന്നർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ ഡിന്നർ വന്നു. പക്ഷെ ഞാൻ കഴിച്ചില്ല. നമ്മളതിന് മുന്നേ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ BP ഒക്കെ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നോക്കിയപ്പോൾ ഹൈ ആയിരുന്നു. പിന്നെ ഒന്നും കൂടി ഒന്ന് നോക്കിയപ്പം നോർമലായിരുന്നു. എനിക്കെപ്പോഴും അങ്ങനെയാണ്. അത് ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പാനിക്കാവും ഞാൻ. ഇവർ രണ്ടാളും പെട്ടെന്ന് റൂമിൻ്റെ പുറത്ത് പോയപ്പോൾ ഭയങ്കര സൈലൻ്റായി ഇവിടെ. അപ്പോൾ എനിക്ക് എന്തോ മാതിരി, ഞാൻ ഇപ്പോഴാണ് എനിക്കൊരു ഫീല് ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ എന്നുള്ളത്. എത്രയും പെട്ടെന്ന് വരട്ടെ അല്ലേ. ഇങ്ങനെ നടന്നും ഇരുന്നും ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കുണ്ടല്ലോ വയറിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് സ്റ്റിഫാവും, ഭയങ്കര കട്ടിയായിരിക്കും ഇങ്ങനെ തൊടുമ്പോൾ. ഇപ്പം അത്രയ്ക്കില്ല, പക്ഷെ ഇടയ്ക്കിങ്ങനെ നല്ലപോലെ ഇങ്ങനെ കട്ടിയായിട്ട് വരുമ്പം എന്തോ ഒരു ഡിസ്കംഫേർട്ട്. അത് പെയിനാണോ എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ ആ സമയമൊന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അത് വന്നു പോകുന്നതിൻ്റെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പെട്ടിയില്ലേ? ആ പെട്ടി ഒന്നും എടുത്തില്ലേ? അതെന്താ? ചേട്ടൻ പറഞ്ഞു ഇപ്പൊ എടുക്കണ്ടെന്ന്. So it all depends on when I've done the monitoring. വേണ്ട, 2 നീ തന്നെ പിടിച്ചോ. ലൈം കൊള്ളൂലെന്ന് എനിക്കറിയാം. എടി ഇതിങ്ങനെയല്ല, ഡൈല്യൂട്ട് ചെയ്താ കുടിക്കേണ്ടത്. ഞാൻ വെള്ളം കുറച്ചാ വെള്ളത്തിലൊഴിച്ച് കുടിക്കണോ? അത് വെറുതല്ല, അവിടെ ഇരിക്കുന്ന പുള്ളിക്കാരിയെ നോക്കുക. ഞാൻ ആ പുള്ളിയെ കുട്ടായി എടുത്ത് കാണും. ഇത് സ്ക്വാഷാണ്. അത് നമ്മൾ ഡൈല്യൂട്ട്, ഇത് സ്ക്വാഷ. അതായത് ആ ജഗ്ഗിൽ വെച്ച്, ആ ജഗ്ഗില്ലേ, ആ ജഗ്ഗിനകത്ത് ഒഴിച്ച് നമ്മൾ മറ്റേ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ഇതാ പറയുന്ന വല്ലപ്പോഴും കെയർ ഹോമിലൊക്കെ ഒന്ന് പോകണം. അത്രയൊന്നും വേണ്ട. ഇടി അത്രയൊന്നും വേണ്ട, ഇച്ചിരി മതി. കഷ്ടമടി. എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പരിസരത്തോട്ട് മതി. ചേട്ടാ കുറച്ച് വെള്ളം തന്നെ. ലൈറ്റ് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കോൺഫ്ലക്സ് അടിച്ച് മാറ്റാനുള്ള പ്ലാനിങ്ങിലാണ് ശ്രീ. ചേട്ടൻ മറ്റേ കുട്ടി പറഞ്ഞിട്ട് മറ്റേ പിങ്ക് ഇട്ടാ മതി. അപ്പൊ വേറെ ആ ശരി, ആദ്യം പോകുമ്പോ ഞാൻ അങ്ങനെ പോവാം. അത് ശരിയാ. പുറത്ത് കോൺഫ്ലക്സും പാലും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അടിച്ചു മാറ്റാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പൊ. നമുക്ക് തന്നെ വെച്ചേക്കുന്നത് അത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് കോൺഫ്ലക്സ് കാണാൻ വിശപ്പായിരുന്നു. ഇവിടെ കണ്ടില്ലേ, ആ റൂം 3 പോയി നോക്കിയാൽ റൂം 3 ഇവിടെ എല്ലാം നേരത്തെ ഇരിക്കുക. അല്ല, ഫുഡ് എന്തായാലും ഡെലിവറി ചെയ്യില്ലല്ലോ ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യത്തില്ല, നമ്മൾ പോയി മേടിക്കണം. ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കത്തില്ല അവര്. പുറത്തങ്ങ് ഫ്രണ്ടിലേ വരുള്ളൂ, ഇവിടെ വരത്തില്ല.
അവസാനം പറഞ്ഞു ഉപ്പ് കൂടിയെന്ന്. ഉപ്പ് കൂടി അടി. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ എന്ന്. പെപ്പർ വേണം. വലിയ താല്പര്യമൊന്നുമില്ല ഇതിന്റെ. അത്ര വിചാരിച്ചത്ര ടേസ്റ്റ് ഒന്നും എന്താ മിഡ് വൈഫ് എന്ന് വെച്ചാ അതെ അതെ ഞാൻ പറഞ്ഞിട്ട് എടുത്തത് തന്നെ. ഹസ്ബൻഡിന്റെ വൈഫിന്റെ നടുക്ക് നിൽക്കുന്ന വൈഫാണ് മിഡ് വൈഫ് എന്ന്. നമ്മുടെ നാട്ടിൽ വയറ്റാട്ടി എന്ന് പറയും, ഇവര് മിഡ് വൈഫ് എന്ന് പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞ ആ, okay, okay. അല്ലാണ്ട് മിഡിൽ നിൽക്കുന്ന വൈഫ് അല്ല. ഞാനല്ല ചേട്ടനാ പറഞ്ഞത്. ഓരോരോ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. മിഡിൽ നിൽക്കുന്ന വൈഫാണ് മിഡ് വൈഫ്. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഈ ചിരിയും കളിയൊക്കെ ഒരു 3 മണിക്കൂർ കഴിയുമ്പോ പോകും. ഇല്ല ഇല്ല, നമ്മൾ ഇതേപോലെ ചിരിച്ചോണ്ടിരിക്കും. കണ്ടാൽ കുറച്ച് വേദന അച്ഛന്മാർക്കും കൂടെ കൊടുക്കണം. അച്ഛന്മാർ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അയ്യോ എവിടെ കൊണ്ട് എവിടെ കൊണ്ടാണ് കൊടുക്കുകയോ ഭയങ്കര വേദന. ഇങ്ങനെ കാലം നീട്ടി കിടക്കുന്നത് തന്നെ വേദനയാണ്. ഓരോ പ്രാവശ്യം ഡോർ തുറക്കുമ്പോഴും പേടിയാ. ആരാ എല്ലാരും വന്നോ നോക്കുക. ഇതുവരെ പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടില്ല. സമയം എത്രയായി? 10 മണിയായി. 10 അല്ലല്ലോ, 11 അല്ലേ? അല്ല 10. ഇനിയൊന്നും പറയാനില്ല. ഇനി എന്ത് ഇതേ കൂടുതൽ പറയാന്? കൊച്ചിന്റെ അച്ഛൻ കിടക്കുന്നുണ്ടോ? നല്ല കൂസം കൊണ്ടോ നോക്കി. ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്നൊക്കെ. ഡോക്ടർ ഇവിടെ സമയം 12:45. പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് ചെറിയ കോൺട്രാക്ഷൻസ് ഉണ്ട്, മൈൽഡ് ആയിട്ടുള്ളൊരു പെയിന് ഉണ്ട്. ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. 6 മണിക്ക് പറഞ്ഞ സാധനം 2 മണിക്ക്. She can eat and drink. അതാ ഞാൻ ചോദിച്ചത്. എന്തും കഴിക്കാം, എന്തും കുടിക്കാം. കുഴപ്പമില്ല. എന്തൊക്കെയാ അതൊരു മറ്റേ സാധനമല്ലേ, ഇൻഡ്യൂസ് ചെയ്യല്ല. ഇതിപ്പം മോണിറ്ററിങ് എന്തോ അല്ലേ? ഒരു വരുമ്പോ മാറ്റിയാൽ പോയി മതി. ഇപ്പോഴൊന്നും ഞാൻ നോക്കില്ല. അവര് പറഞ്ഞത് അങ്ങനെ കിടക്കണം എന്നാണ് പറഞ്ഞത്. എക്സാമിൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക. പെയിൻ ഇൻഡ്യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ. കാരണം എനിക്ക് ചെറുതായിട്ട് പെയിനും കോൺട്രാക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇനി പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതിനെക്കാട്ടി കൂടുതൽ പെയിനായി പോകും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല, ബേബിയുടെ ഹെഡ് കുറച്ചും കൂടി താഴേക്ക് വരാനുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത്രയും ലേറ്റായി, ഇവിടെ ഒരു 3:30-3:45 അപ്പം എന്നോട് പറഞ്ഞു കുറച്ച് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്.
അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടയർഡായി പോകും ഉറക്കം കിട്ടിയില്ലെങ്കിലെന്ന്. ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇവിടെ മറ്റേ പ്രഗ്നൻസി ബോളൊക്കെ ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കിടക്കുക, കുറച്ച് ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ടയേർഡാണ്, ഉറക്കം വരുന്നുണ്ട്, എന്നാൽ അങ്ങോട്ട് ഉറങ്ങാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പം ഇനി ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് വരാം. ദേ ഒരാളിവിടെ ഉറക്കമില്ലാണ്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ കുളിക്കാൻ പോയേക്കുക. നടക്കുക, ബോളിലിരിക്കുക, ഒന്നും ചെയ്യും. ആ അവർ പറഞ്ഞത് ബോളിൽ ഇരിക്കുക അല്ലെങ്കിൽ നടക്കുക എന്നുള്ളതാണ്. നമുക്ക് അതൊന്നും ഒരു ബാധകമല്ല. വിശക്കുമ്പോൾ നമ്മൾ എണീക്കും, എന്തെങ്കിലും തിന്നും, പിന്നെയും കിടക്കും. ഇത് സുഖവാസത്തിന് വന്നതുപോലെയാണ് തോന്നുന്നത്. ആകെ ഇവിടെ നടക്കുന്നത് വല്ലപ്പോഴും റീലെടുക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ഉറങ്ങുന്നു. മെയിൻ ഒരു കുഞ്ഞമ്മതായിരിക്കുന്നത് അത് അതിനേക്കാളും അപ്പുറം. അതിന് ഉറക്കവും ഇല്ല, എന്തെങ്കിലും തിന്നാ മതി, ഫോണിൽ കുത്തിയാൽ മതി. ഫോൺ ചാർജ് തീരുമ്പോൾ കുറച്ചു നേരം ഇതേപോലെ ചിരിക്കും, സംസാരിക്കും. ഇപ്പൊ ഫോണ് ചാർജ് തീർന്ന് കുത്തി വെച്ചേക്കാണ്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ചാർജ് ഫുള്ളായ പിന്നെ ഒരു അനക്കം കാണൂല. ഓക്കെ, നല്ല കളർ, മാച്ചായ കളറാണ് ടീഷർട്ടിനും ഇതിനായിട്ട്. കളർ സൂപ്പർ ആയിട്ടുണ്ട്. കാഴ്ചകൾ കാണാൻ വേണ്ടി രാവിലെ എന്തെങ്കിലും കാണാന്ന് പറഞ്ഞത് എവിടെ വന്നിരിക്കുന്നു. ഒരു തേങ്ങയും കാണാൻ വയ്യ. രാവിലെ കാഴ്ച വായി നോക്കാൻ വേണ്ടി വായി നോക്കുന്നു. അവിടെ നിന്ന് ഒരാള് ഓർഡർ ചെയ്യും, ബെഡ് പൊക്കടി. അപ്പൊ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോകും, ബെഡ് പൊക്കും. ഇവിടെ പിന്നെ അതിരുന്ന് കുത്തും. കുത്തി കഴിയുമ്പോ അവിടുന്ന് ഓർഡർ വരും, ബെഡ് താക്കടി. അപ്പൊ എണീറ്റ് ഓടി വരും, ബെഡ് താക്കുന്നു. ഇതാണ് അവസ്ഥ. എന്റെ അവസ്ഥ നോക്കൂ. എനിക്കാണെങ്കി ഇവിടെ ഇരിക്കാനും കസേരയില്ല, നിക്കാനും പറ്റണില്ല. ഞാൻ പറഞ്ഞ കള്ളമല്ല. ഇത് അമ്മച്ചിയുടെ ഫോണ്, ഇതേ ഇരിക്കണം കുഞ്ഞമ്മേരെ ഫോണ്. ചാർജ് ചെയ്യാൻ വെച്ചേക്കാണ്. തീരെ ചാർജില്ല, ചത്തതായിരുന്നു. ഇപ്പൊ കുറച്ച് ചാർജായി വന്നു. 8:34 ഇവിടെ. ഇതേ ഇരിക്കണ ഉറങ്ങാതെ ഇരിക്കുകയെന്നാണ് പറയുന്നത്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി രാവിലെ ഉറക്കണിച്ചാണ്. ഉറങ്ങാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കണം, ക്യാമറ അങ്ങോട്ട് പിടിക്ക്. പേടകത്തിന് കൊടുക്ക അങ്ങോട്ട്. മസാല ദോശയൊന്നും ഇഡലിയും കിട്ടുമെന്ന് പറഞ്ഞിരുന്നത്. ബ്രെഡും ബ്ലാക്ക് കോഫിയും ഇൻഡ്യൂസ് ചെയ്ത് ഇനിയിപ്പോൾ ഏത് സമയവും ഉണ്ടാവാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്നലെ നഴ്സ് വന്ന് പറഞ്ഞിട്ട് പോയി, ഭയങ്കര ഹാപ്പി ആയിരിക്കും ഡെലിവറിക്ക് ശേഷം. അതുകൊണ്ട് ഇനിയിപ്പോൾ അതും ആലോചിച്ച് കിടന്നാൽ മതി. എങ്ങനെയുണ്ട് ഇൻഡ്യൂസ് ചെയ്തിട്ട് പെയിനൊന്നും വന്നില്ല ഇതുവരെ. അനങ്ങുന്നുണ്ടോ? മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര വിശപ്പോ? ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഇപ്പൊ ഒന്നും വേണ്ട, ഒന്ന് കുളിച്ചിട്ട് വന്നിട്ടൊന്ന് കഴിക്കണം എന്നുണ്ട്. പക്ഷേ ക്ഷീണം കാരണം എഴുന്നേക്കാൻ പറ്റുന്നില്ല. ആരോ വരുന്നു. ഇവിടെ നമുക്ക് ഏഷ്യൻ ഫുഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഏഷ്യൻ മാത്രമല്ല, ആഫ്രിക്കനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഇന്നലത്തെ പാസ്ത ചെറുതായിട്ടൊന്ന് പാളിപ്പോയായിരുന്നു. അതുകൊണ്ട് ചിക്കൻ ബിരിയാണി പറഞ്ഞു, കൊള്ളാം. കഴിക്കട്ടെ, നല്ല വിശപ്പ്. രാവിലെ 2 ബ്രെഡല്ലേ കഴിച്ചോളൂ. പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇതുവരെയും പെയിൻ വന്നിട്ടില്ല. പക്ഷെ ഭയങ്കര ക്ഷീണം, ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഇന്നലത്തെ ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നു, ഇവിടെ ഒരാൾ കഴിക്കുന്നു.
ഡ്രസ്സും കൂടെ മാറ്റണം. പെട്ടി രണ്ടും ഇന്നലെ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പെട്ടി രണ്ടും എടുത്തിട്ടില്ല. ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് താഴത്തേക്ക്, അതായത് പെയിൻ കൂടി ഓൾമോസ്റ്റ് ഡെലിവറി ആകുമ്പോഴത്തേക്ക് താഴേക്ക് കൊണ്ടുപോകും. താഴേക്ക് കൊണ്ടുപോയതിന് ശേഷം അങ്ങോട്ടേക്ക് പെട്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ പോയി എടുക്കും. അപ്പോൾ ഇനി താഴെ പോകുന്ന സമയത്ത് ഡ്രസ്സും കൂടെ എടുത്തിട്ട് വരണം, എന്നാലാണ് മാറ്റാൻ പറ്റുക. ഓക്കെ. ക്രീം ഇട്ടേരെ കാലില്. സമയം കിട്ടൂലല്ലോ, അതിനുമ്പ് തട്ടിപ്പോ അത് വിചാരിക്കാനുള്ള സമയം കിട്ടൂല. ലോ പഠിക്കേണ്ട ആവശ്യം. പിന്നെ നമുക്ക് ഫിസിക്സ് ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. 1 ലോ 2 ലോ 3 ലോ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ എന്തൊരു ഈസി ആയിട്ട് ചെയ്യുന്നല്ലേ. എന്തൊരു പാടാ ദൈവമേ. എഴുന്നേക്കല്ലേ, കുറെ നേരമില്ലേ. 5 മിനിറ്റ് ആയതാണ്, കുറെ നേരമായത്. നിനക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് തോന്നുന്നു നീ എഴുന്നിട്ടുണ്ട് നടന്നു. നീ എന്നോട് ചോദിക്കും, ഞാൻ നിന്നോട് ചോദിക്കും. ഇവിടെ വേദന വരാനുള്ള മരുന്ന് വെച്ചിട്ട് മണിക്കൂറുകളായി. ഇവിടെ ലിപ്സ്റ്റിക് ഇട്ട് തീർന്നിട്ടില്ല ഇതുവരെ. റീല് മുഖ്യം. 5 മണിക്കൂർ അങ്ങാണ്ടായി ഇപ്പം മരുന്ന് വെച്ചിട്ട് പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട്. എനിക്ക് പെയിൻ വരുന്നില്ല. അപ്പൊ ഞാൻ പെയിൻ വരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടെൻഷൻ അടിച്ചിരുന്ന കാര്യം നടക്കും. അതെ, അതുകൊണ്ട് ഞാൻ എന്റർടൈൻമെന്റ്. പെയിൻ വരുമ്പോ കരുതാ പോലെ അതിന്റെ ആവശ്യമുള്ളൂ. പറ്റിയോടി ചോറുണ്ട്. അത് കുറച്ച് എങ്ങനെയുണ്ട്? ഒന്നും പറയാൻ പറ്റാത്തോണ്ട് പറയാനില്ല. ഞാൻ തന്നെ ചൂസ് ചെയ്തതായതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. നോ കമന്റ്സ്. പിന്നെ പൊതുവെ ഇവരുടെ സാധനങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ കുറവായിരിക്കും. നമ്മൾ കുറച്ച് പെപ്പറൊക്കെ ഇട്ട് കഴിക്കാം. പിന്നെ കുറച്ച് സോൾട്ട് ഇടാം. നല്ല കുഴപ്പമില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അതുകൊണ്ടാണ് എപ്പോഴും ആപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു മനസ്സമാധാനം. അയ്യോ, നമ്മൾ സക്സസ്ഫുള്ളി 2 ദിവസം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നാളെ ആകുമ്പോൾ 3 ദിവസമാവും. എൻ്റെ പൊന്നു പറ്റി എന്തെങ്കിലും ആളങ്ങനെ വരുമോ? അങ്ങോട്ട് വന്ന് നോക്കുമായിരിക്കുമല്ലോ. 1 മണിക്കൂറായി വാട്ടർ ബ്ലോക്ക് ആയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അന്നേരം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞതാ. ഇപ്പൊ വേദന കൂടിയിട്ട്, വേദന വരുമ്പം ബേബിയുടെ ഹാർട്ട് ബീറ്റ് കുറയുന്നു, അല്ലാത്തപ്പോൾ അതേ കൂടുതലാണ്. ഇപ്പൊ അവർ വന്ന് എക്സാമിൻ ചെയ്തു. 6 സെന്റിമീറ്റർ ഓപ്പൺ ആയി എന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ താഴേക്കും ഉണ്ടോ? താഴേക്കുണ്ടോ? അയ്യോ, അവര് വൈഫിനോട് പറയാന്ന് പറഞ്ഞു. അവരാരും വന്നിട്ടില്ല. അവർ വരട്ടെ. നേരത്തെ ഷിഫ്റ്റുകാരെല്ലാം പോയി. അവർ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. അവർ വരട്ടെ, ഷിഫ്റ്റിൽ കയറിയിട്ട് നമുക്ക് ചോദിക്കാം. ഒരു 10 മിനിറ്റ്. വേദന വരുമ്പോ തല കറങ്ങും. വേദന കൂടിയിട്ട് അത്
Keep your back nice and straight. Don't slant at all. Lovely. Thank you. 5.1. Yeah. Oh, that's good. Is that the sheet? Is it? This one. Not this one. No, we moved over to this now. So this should be found the way then? Yeah, but I need to find the blue notes. So you go and grab your snack. I'll be back in 1 second. No worries. I'm just going to that other side. If it was closer, I wouldn't even ask. I know. It's because it's so far away. Don't want. എനിക്കൊന്നും കഴിക്കാൻ പാടില്ല. ഇവിടെ മിഡ് വൈഫ് പറഞ്ഞേക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് ഫുഡ് കഴിച്ച് നന്നായിട്ട് വെള്ളം കുടിച്ച് നന്നായിട്ട് ഉറങ്ങണം എന്നാൽ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. ശ്രീ ഉറങ്ങിയിട്ടില്ല. ആമ്പു ഇന്നലെ രാത്രിയിൽ ഉറങ്ങി. Yeah, when you shut the machine, you separate it out so you don't like it. So, like that. Okay. And then I can reconnect it. Yeah, so then what? So it was on, I think, 180, but the anaesthetist was like, she was trying to help me. So then I would just prime this bit to... So I give you a hug. You're getting those contractions now. Yeah. Okay. You can feel it. Not pain. No pain. Just pressure. Yeah, just pressure. If that changes, you might. Yeah, you're falling. ബേബി മോളെ അപ്പുറത്തെ ബേബി മോള് ചിരിക്കുന്നു. ജിറാഫിനെ പോലെ എത്തി നോക്കുന്നു. എന്താണ് വീഡിയോ എടുക്കുന്നത്? രാവിലെ 8:30 മണിക്ക് മേലത്തെ വാർഡിൽ നിന്ന് ഡെലിവറി സ്യൂട്ടിൽ കൊണ്ടുവന്നതാണ്. സമയം ഇപ്പോൾ വൈകിട്ട് 7:30 ആയില്ല, 7:12. ഇതുവരെ ഒരു മാറ്റവും ഇല്ല. നമ്മൾ മേലിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇവിടെ വന്ന് കിടക്കുന്നു, അത്രയേ ഉള്ളൂ. ഹാർട്ട് ബീറ്റ്സ് ഒക്കെ അവിടെ നിന്ന് പൊക്കൊണ്ടിരിക്കുന്നു. ഫുള്ള് വയറിങ്ങാണ്. സെറ്റ് വരും. അടുത്ത അവർ എക്സാമിങ്ങിന് വരുന്നത് 7:30 മണിക്ക്. 7:30 മണിക്ക് വന്ന് നോക്കിയിട്ട് അടുത്ത എന്ത് പ്ലാനാന്ന് പറയും. അത് പറയുന്നത് എത്ര മണി? 4 മണിക്കൂർ കഴിഞ്ഞിട്ടാന്നല്ലേ പറഞ്ഞേ? അല്ല, അപ്പൊ തന്നെ പറയും. ചിലപ്പം ഡയലേഷൻ നോക്കിയിട്ട് അടുത്ത പ്ലാൻ എന്താന്ന് പറയും. ഓക്കെ. ബേബി മോള് ചായ അടിച്ച് മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. താങ്ക് യു. ചായ കൊണ്ടേ വരും. The lady in the morning, she also did the same. The same. But after that I checked, the dilation is still same 1 centimeter. Yeah, she said it's Yeah. the centimeter. More than 1. 4. 4. Now? Okay. It's good. I'm thinking baby prefers that side. I don't think baby likes you laying on this side. Yeah. Even എൻ്റെ നൈസല്ലേ അങ്ങോട്ട്. ബേബിയുടെ തല അങ്ങോട്ടാണ്, ബേബി
ഇരിക്കില്ല, കാരണം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. എൻ്റെ തല വീഴും, കുട്ടിൻ്റെ തല വീഴും. പോയത് 27-ാം തീയതി ആയി. 12:36. ഇപ്പോഴും ദേ കിടക്കുന്ന ഒന്നും ആയില്ല. അല്ല പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിച്ചത് 10 സെന്റിമീറ്റർ ആയി. ഓക്കെ, ഇനി ഒരു 2 മണിക്കൂറാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പുഷ് ചെയ്യാതെ തന്നെ പുറത്തു വരാം. അങ്ങനെ വരുവാണെങ്കിൽ ഇത് ചരിത്രം. ഇവിടെ പുഷ് ചെയ്തിട്ട് തന്നെ വരുന്നില്ല. She said it might come out without pushing. She said then it's gonna be history. No, it happens. It happens. You do one big push. Yeah, even Claire told us we need to take a deep breath in, yeah, then squeeze it out. If you are 3 push, good one. Big That's it. yeah. Look, push all the way to your bottom like you need a poo. That's the goal. Adele. No, sorry. Anik. Hi. Oh my gosh, I'm shy. Right. Can I scan you again? Emma. This one. It's that one, isn't it? The right hand. There we go. You know that baby likes right hand side. 5.8. Wow, good. 12:43. Oh, it went up to 24.9 and now it's 24.8. You can say 160. And then during your contractions, what we'll do is make sure we check the contractions when they are, and then we will explain how to push during the contractions, right? Okay? Let's meet this little girl. We've worked hard to meet her. When baby's coming, is it okay if I put a warm compress on your perineum to help reduce the risk of you tearing? Is that okay? Can I give the... So, closest to the white one. Yes? Yeah.
There we go. താങ്ക് യു വെരി മച്ച്. അങ്ങനെ അതല്ലേ അങ്ങനെ ആക്കരുത്, ഒരുപാട് തൊട്ടേ ആവും. Yeah. Oh dear. I'm going to come round that side, and then because I think we'll have more. We have much room. Thank you. I just want to cover this baby. 1 second, I will ask. Actually. That's okay. I'm adjusting myself. ആ പിന്നെ എൻ്റെ കൂടെ എന്നെ അല്ലാതെ പിന്നെ അങ്ങനെ Oh, I've got so much to turn then. You okay? Yeah. Okay. Just thinking. Making a plan in my head. Okay. Hopefully it's a good one. ആ ഇപ്പൊ പാല് കൊടുത്തിട്ട് ഉറങ്ങി. കേട്ടില്ല. ഒരു ദിവസം ഫുള്ള് പട്ടിണി കിടന്നിട്ട് കഴിക്കുക. എന്തിനാ പട്ടിണി കിടന്നത്? അല്ല സൗണ്ട് പിടിച്ച് എനിക്കറിയാം. സൗണ്ടല്ലേ വിളിച്ചത്. സൗണ്ട് Your step count. Kalu.